അങ്ങനെ നമ്മൾ നാഷണൽ പാർക്കിലെത്തി, ബോറിവലി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച്, ഒന്നുമില്ല, ഒരു കാട്ടും പ്രദേശം പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ കിലോമീറ്ററുകളോളം കണക്കിനുണ്ട് ദൂരം. കിലോമീറ്ററുകൾ ഇങ്ങനെ ചുറ്റി കാണാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര പാർക്കാണിത്. സ്ഥിരം സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. മിക്കവാറും നമ്മൾ സിനിമയിൽ കാണാറില്ലേ, ഹിന്ദി സിനിമയിൽ കാണുന്ന കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ. മമ്മദ് ചൽക്കെ ആയെങ്കിൽ അഭി പുള്ളിങ്ങനെ വഴി തെറ്റി വേറെ വഴിക്കൂടെയൊക്കെ പോകും ചിലപ്പോൾ. നമ്മളാണെങ്കിൽ ഇങ്ങനെ കാഴ്ചയെ കണ്ട് എന്താ എങ്ങനെയുണ്ടെന്നൊക്കെ. നൈസല്ലേ പ്രദേശം. കൊണ്ടുപോകും നിങ്ങളെയാ മാൻതിരു അണ്ണാൻകുട്ടി അണ്ണാൻ കണ്ണു. ബോറിവലി നാഷണൽ പാർക്കിൽ വന്നിട്ട് ഒരു അണ്ണാനെ കണ്ടില്ല എന്നുള്ള പരാതി ഉണ്ടാകും. ഇതെങ്ങനെ അണ്ണാൻ എങ്ങനെ മരം കയറ്റം പഠിച്ചെന്ന് മനസ്സിലായാ? ഇതെങ്ങനെ ചാടി ചാടി ഇതെങ്ങനെ നടന്ന്. പക്ഷെ അവൻ മരത്തിൽ കയറില്ല കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര ജാടപ്പുറത്ത് അങ്ങോട്ട് പോയി. അങ്ങനെ അണ്ണാൻ്റെ വിശേഷം കഴിഞ്ഞിട്ട് നമ്മളൊരു മരം വീണെടുക്കേണ്ട ഒരു ബ്യൂട്ടി ഉണ്ടോ? എന്താ സ്ഥലം എന്നൊക്കെ. ഇതെങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയുള്ള മരങ്ങളെ കാണാം. പുളി, മുംബൈ ബോറിവലിയിലെ പുളി. ഇല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ ടിടിങ് ടിടിങ്. ഇവിടെ ആനയും കുതിരയൊന്നുമില്ല എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, പക്ഷേ ബ്യൂട്ടി ഉണ്ട്, നല്ല നൈസ് ബ്യൂട്ടി. അയ്യോ, അങ്ങോട്ട് ക്യാമറ വയ്ക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ആ ലൈറ്റ് വീണ് കിടക്കുമ്പോഴുള്ള ബ്യൂട്ടി? എങ്ങനെയുണ്ട്? രസമല്ലേ? അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഇങ്ങനെയാണ് മിക്കവാറും നല്ല സോങ്സൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യില്ല. ഇങ്ങനെയാണ്. എന്താ എങ്ങോട്ട് വെച്ചാലും ഫ്രെയിമല്ലേ നോക്കി. മഴയില്ലാത്തതുകൊണ്ട് അട്ടയെ പേടിക്കണ്ട എന്നുള്ളൊരു ഗുണം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ നാട്ടിൽ കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പുറയുന്ന ആന കുത്തും, പുലി വരും എന്ന പേടിയൊന്നും ഇവിടെ വേണ്ട എന്നുള്ളതും കൂടി ഇവിടുത്തെ ഒരു ബ്യൂട്ടിയാണ്. എന്നുണ്ട് ഫ്രെയിം സൂപ്പറല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ചോദിച്ച് നല്ല രസമുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യും. ആകെ ജാനകി ബഹുത്തേ ഭായി. അപ്പോൾ നമ്മളങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് നമ്മളിലേക്ക് ക്യാമറ വെച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നു. പെട്ടെന്ന് നമ്മളൊരു സാധനം കാണുന്നു. ഒരു കുട്ടി ഡാം പോലത്തെ ഒരു സ്ഥലമാണ്. മഴയില്ലാത്തതുകൊണ്ട് നമുക്കിത് ഇവിടെ നിന്ന് വെറും പാറ ഇതേ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിലൂടെ വെള്ളം ഒഴുകി നേരെ അങ്ങ് ചെല്ലും. ചുറ്റും മരങ്ങളും വീതികളും. നമ്മുടെ ബാഗ് തോളത്തിട്ട് നമ്മുടെ മുഹമ്മദ് ഫ്രണ്ടിലുണ്ട്. വേണ്ട, നല്ല രസമുള്ള വഴിയല്ലേ നോക്കി. പുളിയാണ്, പക്ഷേ പുളിയുടെ ചില്ലകൾ വളർന്നു നിൽക്കണാണിപ്പോൾ രസമല്ലേ. ഇതാണ് നീലി, കലയും കാറ്റ് നീലി താമസിച്ചിരുന്ന പന.
നല്ല ഒത്ത പനയാണ്. അപ്പം അങ്ങനെ നമ്മളിവിടെ പാമ്പൊക്കെ ഉണ്ടെന്നാണ് അവന്മാർ പറയണത്. പാമ്പ്, തേള് ഒക്കെ ഉണ്ടെന്നവർ പറയണത്. പിന്നെ കുറച്ച് പറയണതെന്ന് വെച്ചാൽ പറവകളുണ്ടെന്ന് പറയുന്നുണ്ട്. അതുണ്ട്, എന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെ കുട്ടികളവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. നല്ല ബ്യൂട്ടിയല്ലേ. അത് കയറി കളിക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇട്ടിട്ടുണ്ട്. സൂര്യൻ വാ, മരത്തിൻ്റെ ഇടയിലുള്ള മനോഹരമായ, നമ്മൾ വന്ന വഴി കൂടെ നോക്കിയാൽ അത്രയും രസമുണ്ട്. മാക്സിമം നമ്മൾ ആരെയും പ്രൈവസിയിലേക്ക് കത്തി വയ്ക്കാതെ ഷോട്ട് എടുത്ത് പോകും എന്നുള്ളതാണ് നമ്മളൊരു ശബ്ദം. അപ്പം അങ്ങനെ നമ്മൾ അതുവഴി വളഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ എൻട്രി ആയിട്ടുണ്ട്. പക്ഷേ എന്താ, ആ മരങ്ങൾക്കിടയിലൂടെ ഒരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ടോ. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ബിൽഡിങ് നമ്മളൊപ്പം മൂവ് ചെയ്യും. ഇത് തന്നെയല്ലേ നമ്മൾ രാത്രി ചന്ദ്രനെ കാണുമ്പോൾ, ചന്ദ്രൻ മാറുന്നൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ചന്ദ്രൻ നമ്മൾ നോക്കി മൂവ് ചെയ്യും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നല്ല മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. ശരിക്കും നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ശരിക്കും പഴയ മുമ്പേ ഒരു 50 വർഷം മുൻപ് ഇങ്ങനൊരു കാടായിരുന്നിരിക്കില്ലേ ഇവിടെ. അതായത് നമ്മളുടെ അത്രയും വലിയ കടലും അത്രയും വലിയ ബീച്ചുകളും അതിൻ്റെ അടുത്ത് ഒത്തിരി മലകളും ഇതുപോലുള്ള കാടുകളും എല്ലാം കൂടി ചേർന്നതായിരിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ മുമ്പേ, അല്ലേ? അതല്ലേ എൻ്റെ സത്യാവസ്ഥ. അന്തർജാനയ്ക്ക് കുറിച്ച് ഇവിടെ സൈക്കിള് വാടകയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സൈക്കിള് ചവിട്ടിക്കൊണ്ട് നടന്നാൽ ഷൂട്ട് നടക്കില്ലാത്തതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ഉള്ളിൽ ഇങ്ങനെ നടക്കാം. 2 മണിക്കൂർ 3 മണിക്കൂർ കറങ്ങാനുള്ളതുണ്ടെന്നാണ് അവർ പറയണത്. എന്താ പിന്നെ എൻ്റെ ഉള്ളിൽ വണ്ടിയുണ്ട്. 1350 രൂപ കൊടുത്താൽ അവിടെ മറ്റേ ഹോമിനി വാനുണ്ട്. അതിൽ നമ്മൾ 1.5 മണിക്കൂർ കൊണ്ടുപോയി കറക്കി കാണിക്കും. അപ്പോൾ 1.5 മണിക്കൂർ ഒമിനി വാനിൽ കറങ്ങാനായിട്ടുള്ള സ്ഥലം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. എന്തിന്? അപ്പം നമ്മളിങ്ങനെ വന്ന് കയറുന്ന സ്ഥലം ഒരു നൈസായിട്ടുള്ള സ്ഥലമാണ്. അത് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റാം. പക്ഷെ ഞാൻ ഈ വീഡിയോയിലൊരു ഹിൻറ്റ് തരും. എങ്ങനെ? നമ്മൾ ഈ വീഡിയോയിലൊരു ഹിൻറ്റ് തരും. ഓക്കേ, ബൈ.